നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളു. 27/1/2026 ചൊവ്വാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 50 പൈസയാണ് കൂടിയിരിക്കുന്നത്. അതുപോലെ സ്വർണ്ണവിലയിലും മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 200 രൂപ 50 പൈസ, RSS 5 കിലോ 195 രൂപ 50 പൈസ, ISNR 20 177, ലാറ്റക്സ് 60% ആർസിന് 135 രൂപ 80 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 200 രൂപ 50 പൈസ, RSS 5 കിലോ 195 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 191, RSS 5 കിലോ 187. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 201 രൂപ 85 പൈസ, RSS 5 കിലോ 201 രൂപ 41 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബറിൻ്റെ വില. അതേസമയം സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് ഗ്രാം 14,845, ഒരു പവൻ 1,18,760. അതുപോലെ 24 ക്യാരറ്റ് ഗ്രാം 16,195, ഒരു പവൻ 1,29,560. അതുപോലെ 18 ക്യാരറ്റ് ഗ്രാം 12,146, ഒരു പവൻ 97,168. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തുറമുഖ വികസനത്തിന് പുതിയ നീക്കവുമായി കേരള സർക്കാർ. വിഴിഞ്ഞം പോർട്ട് മാതൃക വേപ്പൂരിലും ഇനി കൊല്ലത്തും. വിഴിഞ്ഞത്തിൻ്റെ സാറ്റലൈറ്റ് പോർട്ടുകളായി വേപ്പൂരിനെയും കൊല്ലത്തെയും വികസിപ്പിക്കാനാണ് പദ്ധതി. 2000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് എത്തിയേക്കും. 2025 സെപ്റ്റംബറിൽ ഇതിൻ്റെ രൂപരേഖ തയ്യാറായിരുന്നു. കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ നടന്നു കഴിഞ്ഞിരുന്നു. ധനവകുപ്പ് പദ്ധതിക്ക് അംഗീകാരം നൽകി. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതി അംഗീകാരത്തിന് വരുമെന്ന് സൂചന. അങ്ങനെ വീണ്ടും കേരളം നല്ല രീതിയിൽ വികസിക്കാൻ പോവുകയാണ്. കേരളത്തിൽ കൂടുതൽ വ്യവസായങ്ങളും മറ്റും വരും. ഇപ്പോൾ വ്യവസായത്തിന് നല്ല അന്തരീക്ഷമാണുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടുകയും ചെയ്യും. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.